മലബാറിന്റെ മലയാറ്റിൽ നിന്ന് അവകാശപ്പെടുന്ന വേനപ്പാറ മലകയറ്റമാണെന്ന് ഇന്നലെ വൈകുന്നേരം ഏറ്റവും കുർബാനയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 4 മണി മുതൽ ജനങ്ങൾ വിശ്വാസികൾ മലയാറ്റൂർ മല കയറാൻ തുടങ്ങി. ഇന്ന് ഉച്ചവരെ മലയിലേക്ക് ജനപ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വേനപ്പാറ ഇടവക ആരംഭിച്ച ബഹുമാനപ്പെട്ട അന്തോനിസച്ചൻ ആണ് ഇത് തുടങ്ങിവെച്ചത്. അന്തോനിസച്ചന്റെ പാദപിന്തുണയുണ്ട്. പിന്നെ ഈ ഇവിടെ ചുറ്റുവട്ടത്തുള്ള വേനപ്പാറയും പരിസര പ്രദേശങ്ങളിലുള്ള ഈരാവ് വള്ളങ്ങളോട് അതുപോലെ കൂടത്തായി എന്നുള്ള ആളുകളെ ഭക്തജനങ്ങളെ ഈ മലയാറ്റൂർ മലയിൽ കയറി ഈ വളരെയധികം അവർക്ക് പുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സ്നേഹത്തിന്റെ കർത്താവെ വേറൊരുക്കിയ പോലെ അങ്ങയോട് സഹകരിപ്പിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേപുരാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം കർത്താവേ, അനുഗ്രഹിക്കണമേ. രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മലബാറിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന വേനപ്പാറ തീർത്ഥാടന കേന്ദ്രത്തോട്ട് ഏകദേശം 60 വർഷങ്ങളോളമായി നമ്മൾ ഇവിടെ വിസ്മയം കയറുന്നു. നാനാ വിഭാഗത്തിൽപ്പെട്ട ജാതിമത ഭേദമന്യേ സ്ത്രീപുരുഷ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആൾക്കാർ കയറിയിറങ്ങി വിശുദ്ധന്റെ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓരോ വർഷം കൂടുന്തോറും കഴിയുന്തോറും ഈ വിശ്വാസികളുടെ എണ്ണം കൂടി വരുന്നതല്ലാണ്ട് കുറയുന്ന പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ മല കയറുന്ന എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധ തോമാശ്ലീഹായുടെ അനുഗ്രഹം പല വിധത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഓരോ വർഷവും ഈ വിശ്വാസികളുടെ എണ്ണത്തിൽ വന്ന് വർദ്ധനവ്. അത് നിലനിർത്താൻ വേണ്ടി വേനപ്പാറ ഇടവകയുടെ എല്ലാ ആൾക്കാരും സമസ്ത ജനങ്ങളും ആവശ്യമായ എല്ലാ സപ്പോർട്ടും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ കയറുന്ന എല്ലാ വിശ്വാസികൾക്കും അവർക്ക് ആവശ്യമായ കുടിവെള്ളം, അതുപോലെ തിരുനാളെല്ലാം കഴിഞ്ഞ് മടങ്ങി പോകുന്നവർക്ക് വേനപ്പാറയിൽ പാച്ചോർ നേർച്ചയും വളരെ സമൃദ്ധമായി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മല കയറുന്നവർക്ക് യാതൊരു കാര്യമായ ക്ഷീണങ്ങളും ഇല്ലാണ്ട് തന്നെ മടങ്ങി പോകുന്നതിനുള്ള അവസരവും വേനപ്പാറ ഇടവ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേനപ്പാറ ഇടവകയിലുള്ള ആൾക്കാരും വേനപ്പാറ സമീപ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഒത്തൊരുമയോടും അവരുടെയൊക്കെ എല്ലാ നല്ല സഹകരണത്തിനും കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മലബാറിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന വേനപ്പാറ ഓരോ വർഷം ചെല്ലുന്നതോറും അതിന്റെ അഭിവൃദ്ധിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഈ അവസരം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാഗത്തിൻ ദിവ്യകാന്തി
സർവം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ഈശോയുടെ പ്രിയമുള്ളവരെ, നമ്മളധികം താമസിയാതെ തന്നെ വിശുദ്ധ ബലി ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് വെള്ളമൊക്കെ താഴെയുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് അല്പനേരം വിശ്രമിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി. എത്ര വർഷമായി ചേട്ടാ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? 20 വർഷമായി അല്ലേ? ചേട്ടൻ ആ 20 വർഷം മുമ്പ് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ? ഊടുവഴിയായിരുന്നു അല്ലേ? ആ, പിന്നെ അത് കഴിഞ്ഞിട്ട് റോഡൊക്കെ ആയതല്ലേ? ആ ആ ആ. ചേട്ടൻ ഇവിടെ ഈ മലയിൽ വിശ്വാസം ഉണ്ടാകും, ഭക്തി നല്ല ഭക്തിയാണ്. അതെ അതെ അതെ. 20 വർഷമായിട്ട് മുടങ്ങാതെ ഇവിടെ വരുന്നുണ്ട് അല്ലേ? ആ ആ. ചേട്ടൻ്റെ പേരെന്താ? ജോണി. വീട് എവിടെയായിരുന്നു? മുക്കം. ആ ആ. ഓക്കെ. പോയിട്ട് തിരിച്ചു വന്നാ? ആ ആ ആ. ഭയങ്കര വിഷമല്ലേ ഇങ്ങോട്ട് കയറി എത്താനൊക്കെ? കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ട് അല്ലേ? എപ്പോഴും ഉണ്ട് അല്ലേ? ആ ആ ആ. ഓക്കെ, കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ.